ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളും അടിപൊളിയായിട്ടിരിക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളിന്റെ ഒരു കുട്ടി ഷോപ്പിംഗ് വ്ലോഗാണ്. ഞങ്ങൾ പോവാൻ ഇറങ്ങിയപ്പോഴേക്കും പൂച്ചക്കുട്ടൻ മതിലിന്റെ മുകളിൽ സ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതിവന്റെ സ്ഥിര സ്പോട്ടാണ് കേട്ടോ. വീഡിയോ എടുപ്പ് കണ്ടിട്ട് അവൻ ഇറങ്ങി ഓടാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ബൈക്കിലാണ് കേട്ടോ. മഴ പെയ്യുന്നുള്ളൊരു ഉറപ്പുണ്ട്. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ ബാഗിലാക്കിയിട്ടുണ്ട്. മഴ പെയ്യുമെന്ന് ഉറപ്പിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴ അങ്ങനെ കിട്ടാറില്ല കേട്ടോ. അല്ലാത്ത പക്ഷമാണെന്നുണ്ടെങ്കിൽ മഴ നല്ല രീതിയിൽ കിട്ടാറുണ്ട്. ഞങ്ങൾ പോസ്റ്റ് അടിക്കാറുണ്ട്. ഇത്തവണത്തെ വലിയ പെരുന്നാൾ നീ എന്തായാലും ഷോപ്പിംഗ് ഒന്നും വേണ്ട, മൊത്തത്തിൽ അങ്ങോട്ട് ഒഴിവാക്കുന്നതാണ് കേട്ടോ ഇക്കാക പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്കുണ്ടല്ലോ ഈ പെരുന്നാളൊക്കെ വരുമ്പോൾ പുത്തൻ ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു ഇതാണ്. കുഞ്ഞിലെ തൊട്ട് ശീലിച്ചതുകൊണ്ടാവണം എല്ലാ പെരുന്നാളിനും എങ്ങനെ വന്നാലും എനിക്കൊരു പുത്തൻ കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ നേരെ ആലുവ സീമാസിലേക്കാണ് വന്നത്. ഇക്കാക്കായിരുന്നു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത്തവണ ഷോപ്പിംഗ് വേണ്ടാന്ന്, ഇക്കാക്ക് എടുക്കണില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ ആദ്യം തന്നെ ഇക്കാക്ക് വേണ്ടിയിട്ട് ഒരു കാഷ്വൽ ടീഷർട്ട് എടുക്കാന്നും പറഞ്ഞിട്ട് നോക്കാൻ കേട്ടോ. അപ്പൊ എനിക്ക് ഈ ഒരു ടീഷർട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ കളർ ഉണ്ടെന്നും പറഞ്ഞ് ഇക്കാക്ക് ഇഷ്ടമായില്ല കേട്ടോ. അങ്ങനെ അവിടുത്തെ കളക്ഷൻ ഒക്കെ നോക്കി പോരാന്ന് കണ്ടിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങാണ്. പിന്നെ വേറെ ഫ്ലോറിൽ ആർക്കും തപ്പാനൊന്നും നിന്നില്ല കേട്ടോ. നേരെ നമുക്ക് അടുത്ത ഷോപ്പിൽ കയറാന്ന് പറഞ്ഞു. ഇത്തവണത്തെ പെരുന്നാൾ പർച്ചേസിന് വലിയൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇക്കാക്ക. എല്ലാവരുടെയും കൂടിയും പർച്ചേസിങ് 2000 രൂപയിൽ ഒതുക്കണം എന്ന് പറഞ്ഞാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സീമാസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരെ തൊട്ടടുത്ത് തന്നെയാണല്ലോ മാക്സ് ഉള്ളത്. അപ്പൊ മാക്സിലേക്കാണ് കയറിയത്. ഇവിടെ നിന്ന് എന്തായാലും ഹയാസിന് കിട്ടുന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പൊ ഹയാസിന് ടീഷർട്ട് മാത്രം വാങ്ങിക്കുന്നുള്ളൂ. ഒരു ഒറ്റ തവണ മാത്രം ഇട്ടിട്ട് ജീൻസ് ഒരെണ്ണം വീട്ടിലിരിപ്പുണ്ട്. അപ്പൊ അതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പറ്റിയ ടീഷർട്ട് ആണോ നോക്കുന്നത്. ഡൈനോസറിന്റെ പ്രിന്റ് കണ്ടിട്ട് ആ ഒരു ടീഷർട്ട് വേണമെന്ന് പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അത് എടുത്തില്ല. വേറെയൊക്കെ കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ വീഡിയോ എടുത്തു തരുന്നത് ഹയാസ് ആണ് കേട്ടോ. നമ്മൾ വളരെ ലിമിറ്റഡ് പർച്ചേസിന് ഇറങ്ങിയതുകൊണ്ടാണെന്ന് തോന്നുന്നു. മാക്സിൽ അന്യായ കളക്ഷൻ ആയിരുന്നു കേട്ടോ. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അവിടുത്തെ ടോയ്സ് എടുത്ത് പിള്ളേര് കളിക്കുന്നത് കണ്ടിട്ട് ഇതേ എന്റെ മക്കളും എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അതൊക്കെ അവിടെ വാങ്ങി വെച്ചു. ബ്ലാക്ക് കളർ ജീൻസ് ആണ് വീട്ടിലിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ടീഷർട്ട് ആണോ നമ്മൾ എടുത്തത്. എങ്ങനെയുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇതിന് ആകെ 169 റുപ്പീസ് ആണോ ആയിട്ടുണ്ടായിരുന്നത്. ഓഫർ ഉണ്ടായിരുന്നു. 3 എടുക്കുകയാണെങ്കിൽ നമുക്ക് 149 കിട്ടിയേനെ. പിന്നെ നമ്മൾ ലിമിറ്റഡ് പർച്ചേസ് ആയതുകൊണ്ട് ഈ ഒരെണ്ണം മാത്രമേ എടുത്തുള്ളൂ. ഹയാസിനേക്കാൾ കൂടുതൽ ഹംനാക്കായിരുന്നു കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ഹംനാക്ക് നമ്മൾ ഇപ്രാവശ്യം എന്തായാലും വാങ്ങിക്കുന്നില്ല ഡ്രസ്സ്. ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതും അല്ലാതെ കിട്ടിയതൊക്കെ ആയിട്ട് കുറച്ച് ഡ്രസ്സസ് നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പുതിയത്. അപ്പൊ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിരിക്കാന്നാണ് ഹംനയുടെ കാര്യത്തിൽ നമ്മൾ വിചാരിച്ചേക്കുന്നത്. ഞാൻ ഒരു ഏരിയയിൽ പോയപ്പോൾ ഞാൻ ജസ്റ്റ് കളക്ഷൻസ് ഒക്കെ നോക്കി. പിന്നെ ഹംനാക്ക് വേണ്ടിയിട്ട് ഇനി എടുക്കാൻ പോകുമ്പോൾ എന്തായാലും ആ കളക്ഷൻ ഒന്നും അവിടെ ഉണ്ടാവാൻ പോണില്ല കേട്ടോ. അതല്ലെങ്കിൽ അങ്ങനെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. പിന്നെ അവിടെ നിന്ന് നേരെ മെൻസ് വെയറിന്റെ സെക്ഷനിലേക്കാണ് പോകുന്നത്. ഇക്കാക്ക് ടീഷർട്ട് നോക്കാണ്. അതും കുറെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിടാറില്ല. എവിടെയാണെങ്കിലും ഞങ്ങൾ ഇതേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാറുണ്ട്. ഇക്കാക്ക് നോക്കിയതിൽ നിന്ന് ഒരു 2 എണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രയൽ റൂമിൽ കയറിയപ്പോ 2 പിള്ളേരും ആദ്യം കയറി അതിനകത്ത് ഇരിക്കും. ഈ ട്രയൽ റൂമിന്റെ ഉള്ളിൽ നിറയെ കണ്ണാടികളാണല്ലോ. അപ്പൊ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഹയാസ് കയറും. അതിന്റെ പുറകെ ഹംനയും കയറി വാതിൽ അടക്കാൻ പറ്റാതെ അവിടെ നിൽക്കുന്നുണ്ട്. ഇക്കാക്ക് എടുത്തതും കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പിലാണ്. അപ്പൊ ഈ ഒരു ടീഷർട്ടും ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു യെല്ലോയും നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതും എന്തോ ഒരു 399 റുപ്പീസ് അത്രയൊക്കെയാണ് കേട്ടോ ഇതും വരുന്നത്. ഇക്കാക്ക് നോർമലി എക്സലൊക്കെയാണ് സൈസ് എടുക്കാറ്. പക്ഷെ മാക്സിന്ന് ഇപ്പോൾ ഫസ്റ്റ് ടൈം ആണ് ഇക്കാക്ക് ഡ്രസ്സ് എടുക്കുന്നത്. ഇതിപ്പോ ലാർജ് ഇട്ടപ്പോൾ തന്നെ ഇക്കാക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സൈസ്. അങ്ങനെ ഇക്കാക്ക് വൈറ്റ് കളറാണ് കേട്ടോ എടുത്തത്. ഹയാസും വൈറ്റ് ആയതുകൊണ്ട് രണ്ടുപേരും സെയിം ഇടാന്ന് പറഞ്ഞു. പിന്നെ അത് എനിക്ക് എടുക്കാൻ വേണ്ടി വേറൊരു ഷോപ്പിലോട്ടാണ് കയറിയത്. ഞാൻ ഈ ഒരു ബ്ലാക്ക് ആണ് കേട്ടോ എടുത്തത്. അതും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ കിട്ടിയത്. അതിന് 199 റുപ്പീസ് മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത്. എന്റെ കയ്യിൽ ബോട്ടം ഷോളും പെയർ ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത്. റെഗുലർ ആയിട്ട് വീട്ടിൽ യൂസ് ചെയ്യാൻ എന്തായാലും ഈ ഒരു റേഞ്ചിന്റെ ഒക്കെ മതിയാണ്. അങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് 399, 199, 169 ഇത്രയും രൂപയ്ക്ക് ഞങ്ങൾ പർച്ചേസിങ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2000 രൂപ ബഡ്ജറ്റിനെ മറികടന്നിട്ടില്ല. എന്തായാലും 1000 രൂപയിൽ താഴെ മാത്രമാണ് ഞങ്ങളുടെ പർച്ചേസിങ് നടന്നത്. പിന്നെ ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഹയാസിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോർമലി ഹയാസ് തുണിക്കടകളിൽ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഓടിക്കളിക്കൽ കുറച്ച് കൂടുതലാണ്. അപ്പൊ നല്ല മോനായിട്ട് ഞങ്ങളുടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ പർച്ചേസിങ് കഴിയുമ്പോൾ ചിക്കിങ്ങിൽ കയറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൻ ഡീസൻസി കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ അവനോട് പറഞ്ഞ ഒരു ഓഫർ നടത്തി കൊടുക്കാൻ വേണ്ടി നേരെ ചിക്കിങ്ങിലേക്ക് വന്നു. ചിക്കിങ്ങിൽ എല്ലാ ദിവസവും 299 റുപ്പീസിന് 10 പീസിന്റെ ഒരു സൂപ്പർ 10 എന്ന് പറഞ്ഞ ഒരു കോംബോ അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ കോംബോന്റെ കൂടെ എക്സ്ട്രാ ഒരു 200 കൂടി നമ്മൾ പേ ചെയ്തിട്ട് 2 ഡ്രിങ്ക്സും 2 ഡിപ്സും 2 ഫ്രഞ്ച് ഫ്രൈസും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഡ്രിങ്ക്സ് നമുക്ക് ഓപ്ഷണൽ ആയിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഒരെണ്ണം 7-അപ്പും ഒരെണ്ണം കൊക്കോളയാണ് വാങ്ങിയത്. ഈ ഒരു കോംബോ വെർത്താണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിലത്തെ ചിക്കൻ പീസസ് ഒക്കെ വളരെ ചെറുതായിരുന്നു. ക്വാളിറ്റി വൈസ് ഓക്കെയാണ്, ക്വാണ്ടിറ്റി വൈസ് വളരെ കുറവാണ്. ഇതിലും ബെറ്റർ ആണ് KFCയിലെ വെനസ്ഡേ സ്പെഷ്യൽ ആയിട്ട് 399 15 പീസസിന്റെ ഒരു കോംബോ വരുന്നത്. എന്തായാലും വാങ്ങിയ ഫുഡെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് കഴിച്ചു. കൂടെ ഹയാസും ഹാപ്പി ആയിട്ടുണ്ട്. അപ്പൊ ഹംന അവിടെ കുറെ നേരം പ്ലേ ഏരിയയിലൊക്കെ കളിച്ചു. പിന്നെ അതിന്റെ ഇടയിൽ വന്ന് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. ഇതോടുകൂടി ഞങ്ങളുടെ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഞങ്ങളുടെ പെരുന്നാൾ പർച്ചേസിംഗും ഇന്നത്തെ ചെലവും എല്ലാം കൂടി 1300 രൂപയിൽ ഞങ്ങൾ ഒതുക്കിയിട്ടുണ്ട്. സ്കൂൾ ഉറപ്പും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റിന്റെ ഒരു ടൈറ്റ് ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഷോപ്പ് ചെയ്തത്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. വീഡിയോ ഇഷ്ടമായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാം. ഹയാസ് ടാറ്റാ ബൈ ബൈ സീ യു പറയുന്നുണ്ട്. ഹംനയും തരുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക്. ടാറ്റാ ബൈ ബൈ സീ യു.